എന്നാ കടിച്ചു അമ്പടാ ദേ പോകുന്നു അവനാ. നില്ലടാ അവിടെ. എന്തിനാണ് എന്നെ കടിച്ചത്? ആഹാ ഇപ്പൊ മോങ്ങുന്നു. അങ്ങനങ്ങ് വിടാൻ പറ്റില്ല. എന്നെ കടിച്ചതല്ലേ, പകരം നിനക്കും ഇരിക്കട്ടെ ഒരു കടി. ഒയ്ക്കോ, വിഷമില്ലാത്ത പാമ്പ, പോരാത്തതിന് കുഞ്ഞു, അതല്ലേ ഇത്രയും ഗമ കാണിച്ചത്. ഇവന്റെ തള്ളപ്പാമ്പോ മറ്റോ ആയിരുന്നെങ്കിൽ കുഴഞ്ഞേനെ. എന്റെ അമ്മേ, പറഞ്ഞു തീർന്നില്ല, ദാ വരുന്നു തള്ളപ്പാമ്പ്. വിട്ടോടാ. നിൽക്ക്, അവിടെ നിൽക്കാൻ. നിൽക്കുന്നേ, ഞാൻ തന്നെ കാണാൻ വന്നതാ. അയ്യോ, രക്ഷിക്കണേ, പാമ്പ് കടിക്കാൻ വരണേ. കടിക്കാനല്ലടോ കുറുക്കച്ചാരെ. പിന്നെന്തിനാ? എന്റെ മോന്റെ 2 പല്ല് തന്റെ കാലിൽ ഇരിപ്പുണ്ട്, അതിങ്ങുതാ. പല്ല് പോയ അവനെ പിള്ളേരെല്ലാം കളിയാക്കുകയാ. ശരിയമ്മേ, ഇന്നലെ മൂക്കൻ കുഞ്ഞിൽ ഒരു മരം വീണ കാര്യം അറിഞ്ഞില്ലേ? ആ മരത്തിലെ കായകൾ നല്ല ഭംഗിയാ. മിണ്ടാതിരിക്കു സൂത്ര, സംസാരിക്കുമ്പോൾ ശല്യപ്പെടുത്തരുത്. ആ കായ കോർത്ത് മാലയുണ്ടാക്കി ഒരു മാൻ കഴുത്തിലിട്ടത് കണ്ടു. നിന്നോട് മിണ്ടരുതെന്ന് പറഞ്ഞില്ലേ? മുതിർന്നവർ സംസാരിക്കുമ്പോൾ കുട്ടികൾ മിണ്ടാതിരിക്കണം. 2 പേരും പോയി കളിക്ക്. സോദരൻ്റെ അമ്മേ, ഇന്ന് ആനമാഷി സൂത്രനെ പുറത്താക്കി, ഉത്തരം പറയാത്തതിനാ. ശരിക്കും പഠിച്ചാലല്ലേ ഉത്തരം കിട്ടൂ. അടുത്ത് ശരി, അടുത്ത് ഞാനേ കാട് വിട്ടു പോവുകയാ. എന്തു പറ്റി സൂത്ര? ആനച്ചേട്ടൻ ഇന്നും എന്നെ എടുത്തിട്ട് പെരുമാറി. ഞാൻ എറിഞ്ഞ ഒരു കല്ല് മൂപ്പരുടെ കണ്ണിൽ കൊണ്ടു, അത്രേ ഉള്ളൂ. അതിനെ എന്നെ ഇട്ട് ഇടിച്ചത്. സമാധാനമായിട്ടൊരു കല്ലെറിയാൻ പറ്റാത്ത ഈ കാട് എനിക്ക് വേണ്ട. ഞാൻ കാട് വിടുകയാ. പാവം സൂത്രനെ തടയാൻ എന്തോ വഴി? വഴിയുണ്ട് സൂത്ര. ആനച്ചേട്ടനാണെന്ന് വിചാരിച്ച പോറക്കിട്ട് ലേറുകൂട്, മനസ്സൊന്ന് തണുക്കട്ടെ. അതൊരു നല്ല സൂത്രമാ. ഓരോടാ പറഞ്ഞത്? നീ പിന്നെ ഞാൻ കാട് വിടും, ഉറപ്പാ. താനിങ്ങനെ നിരാശപ്പെടാതോ സൂത്ര. വാ, വഴിയുണ്ടാക്കോ. കല്ലെറിയാനാണെ പുഴയിലേക്ക് എറിഞ്ഞാൽ പോരെ? ആനച്ചേട്ടൻ തോ അവിടെ നിന്ന് കുളിക്കുകയാണെന്നങ്ങ് വിചാരിച്ചാൽ മതി. എടാ, നിനക്ക് എത്രയും ധൈര്യമോ? ഇങ്ങേര് ഇതിനകത്തുണ്ടായിരുന്നു. 2 അബദ്ധമൊക്കെ ആർക്കും പറ്റും സൂത്ര. ഇത്തവണ കുഴപ്പം പറ്റരുത്. തോനി പോറക്കല്ലിനിട്ട് 2 തൊഴിച്ച ആനച്ചേട്ടനാണെന്ന് വിചാരിച്ചാൽ മതി. അമ്പടാ, എന്നെ കാട്ടുകൊടുത്തപ്പോ ശരു, ഞാൻ കാട് വിടണ്ടെന്ന് തീരുമാനിച്ചു. അതെന്തോ? ആനച്ചേട്ടൻ ഈ കാട് വിട്ടു.